ഹണി ആം ഹോം. ഹലോ, ഞാൻ സംഗീത. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മലായ് ചിക്കൻ ടിക്കയാണ്. ആൻഡ് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മാരിനേഷൻ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇതിന് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടർ ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. അതല്ലാണ്ട് നിങ്ങൾക്ക് ഇത് അവനിൽ വേഗം ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. 0 ഓയിലായിട്ടും ഉണ്ടാക്കാൻ പറ്റും. 2 ഓപ്ഷൻ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ചെയ്യുക. സോ അവനിലും ഉണ്ടാക്കാൻ പറ്റും, സ്റ്റവിൻ്റെ മുകളിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. സോ എങ്ങനെയാണ് റെസിപ്പി നോക്കാം. ഞാൻ 2 വലിയ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ തൈയും ഉപയോഗിക്കാൻ പറ്റും. ചിക്കൻ തൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ജ്യൂസി ആയിട്ട് കിട്ടും. പക്ഷേ ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുക ചിക്കൻ ബ്രസ്റ്റാണ്. എനിക്ക് അതിൻ്റെ ടെക്സ്ചറാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷേ ചിക്കൻ തൈ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ചിക്കൻ തൈ എടുക്കുന്നതാണ് നല്ലത്. ചിക്കനെ ഞാൻ നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചൊരു സ്മോളർ ചങ്ക്സ് ആയിട്ട് ഞങ്ങൾക്ക് മുറിച്ചെടുക്കാം. ഈ റെസിപ്പീൻ്റെ വെജിറ്റേറിയൻ വേർഷനും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ മഷ്റൂം ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ബ്രൊക്കോലി ആക്ച്വലി ഭയങ്കര യമ്മിയാണ് ഈ സെയിം വേർഷനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. സോ ഒരു വെജിറ്റേറിയൻ വേർഷൻ കൂടി ഉണ്ടാക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്രൈ സ്പൈസ് മസാല ഉണ്ടാക്കാം. രണ്ട് ടീസ്പൂൺ സോംഫും 2 ടീസ്പൂൺ ഫെനുഗ്രീക്ക് ലീഫ്, മേത്തീൻ്റെ ലീഫ് കൂടിയും ഇട്ടിട്ട് ഇതിനെ ലോ ഫ്ലെയിമിൽ ഒന്ന് പാനിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അതല്ലാണ്ട് ഞാനിവിടെ കാർഡമം പൗഡറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാർഡമം പൗഡർ വീട്ടിലില്ലെങ്കിൽ ഒരു ഹോൾ കാർഡമം പൗഡർ ഇടാം. ലോ ഫ്ലെയിമിൽ വേണം ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. അതല്ലാണ്ട് കുറച്ച് സിനമൺ സ്റ്റിക്കും ഇടണം. സോ ഞാൻ സിനമൺ പൗഡറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളോട്ടേക്ക് ഇടുന്നില്ല. സിനമൺ സ്റ്റിക്ക് ഇടാണെങ്കിൽ ഈ ഒരു ചെറിയ സൈസ് ഇട്ടാൽ മതി. കാണിച്ചു തന്നാൽ ആ ചെറിയ ഒരു പോർഷൻ ഇട്ടാൽ മതി. ഇതിനൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം, കാർഡമം പൗഡറും പിന്നെ സിനമൺ സ്റ്റിക്ക് ഇടാണെങ്കിൽ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. സോ അതിന് റെഫർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. മസാല നല്ലോണം ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. സോ ക്രിസ്പി ആയിട്ട് അതിനൊന്ന് സൈഡിൽ വെച്ചിട്ട് ഒന്ന് തണിഞ്ഞ ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലോണം പൗഡറാക്കി എടുക്കാം. പൊടിച്ചു വെച്ച പൗഡറിന് ഞങ്ങൾക്ക് ചിക്കൻ്റെ ഉള്ളിലോട്ടേക്ക് ഇടാം. ഇനി സെയിം മിക്സിയിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീഫ് ഇടാം, പിന്നെ ഒരു ഗ്രീൻ ചില്ലി. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രീൻ ചില്ലി ഇടാം. പക്ഷേ ഞാൻ ഇടുന്നില്ല. എന്താ വെച്ചാൽ 4 ഗസ്റ്റ് വരുന്നുണ്ടാണ്, അവർക്ക് 4 ചെറിയ കുട്ടികളാണില്ലേ. സോ കുറച്ചുകൂടിയും കിഡ്സ് ഫ്രണ്ട്ലി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ റെഡിമെയ്ഡാണ് ഉപയോഗിക്കുന്നത്, ഫ്രഷ് വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഇനി ഈ ചിക്കനെ നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് വെക്കണം. സോ അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് thoroughly ഇതിനെ മസാജ് ചെയ്യണം. ഈ റെസിപ്പീൻ്റെ ഫേവറേറ്റാണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കാറില്ല. ആൻഡ് ഫ്രീസർ ഫ്രണ്ട്ലിയുമാണ്. ഫ്രിഡ്ജിൽ വെക്കാനും ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ് ഇതിൻ്റെ മാരിനേഷൻ. ഇതിനെ പോലെ തന്നെ പുദീന ചിക്കൻ, പിന്നെ തന്തൂരി ചിക്കൻ. സോ ഈ 2 ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ്, മുകളിൽ ലിങ്കും ചെയ്യാം. സോ ഇങ്ങനത്തെ ചിക്കൻ്റെ റെസിപ്പീസ് മാരിനേഷൻ ആദ്യം തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഫ്രീസറിൽ വെക്കാൻ പറ്റും. സോ ആഴ്ചയിലെ സമയത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ആ മലായ് മിക്സ്ചർ ഉണ്ടാക്കാം. സോ ഞങ്ങൾക്കൊരു 1/2 കപ്പ് കേർഡ് ആവശ്യമുണ്ട്. യോഗേർട്ട്, തിക്കായിട്ടില്ല, പുളിയൊന്നുമില്ലാത്ത യോഗേർട്ട്.
ഇനി 1 ടേബിൾ സ്പൂൺ മസ്റ്റർഡ് ഓയിലിനെ നല്ലോണം സ്മോക്കിംഗ് പോയിന്റ് വരെ കൊണ്ടുപോയിട്ട് നല്ലോണം ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. ഇത് ഇനി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ ഓയിൽ ഫ്രീ ഉണ്ടാക്കണമെങ്കിൽ ഈ പ്രോസസ്സ് സ്കിപ്പ് ചെയ്യുക. ഓയിൽ ഒമിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതും ചെയ്യാറുണ്ട്. പക്ഷേ ഗസ്റ്റൊക്കെ വരുമ്പം ഞാൻ ഓയിൽ ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ്. One teaspoon ginger garlic paste, half a cup fresh cream, ഇനി ഞാൻ ഒരു ഹാഫ് ടീസ്പൂൺ സിനമൺ പൗഡർ ഇടുന്നുണ്ട്. അതല്ലാണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ കാർഡമം പൗഡറും ഇടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഹോൾ സ്പൈസസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പൗഡറായിട്ട് ഇടേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജീര പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ചാട്ട് മസാല. ഇതിനെയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞങ്ങൾക്ക്. ഈ മിക്സ്ചറിലേക്ക് അമൂലിൻ്റെ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര യമ്മി ആയിരിക്കും. സോ അത് കൂടിയും വീട്ടിലുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിടുക. എൻ്റെ കയ്യിൽ അത് ഇല്ലായിരുന്നു, സോ അത് ഇട്ടിട്ടില്ല. പക്ഷെ അതിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ പ്രൊഫൈൽ നല്ലോണം കൂടും, നല്ല യമ്മി ആയിരിക്കും, നല്ല റിച്ച് ടേസ്റ്റ് വരും. സോ പറ്റെങ്കിൽ അമൂലിൻ്റെ ചീസ് ബ്ലോക്ക് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിടുക. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ചീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ പറ്റെങ്കിൽ ഇടാൻ നോക്കാം. എണ്ണ മിക്സ് ചെയ്തിട്ടുണ്ട്. സോ എണ്ണ തണിഞ്ഞ ശേഷം വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ചിക്കൻ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്തെടുക്കണം. ഈ മാരിനേഷൻ എപ്പോൾ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കണം. ബിക്കോസ് ഭയങ്കര മൈൽഡ് ഫ്ലേവേഴ്സ് ആയതുകൊണ്ട് ഉള്ളോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ആൻഡ് ഫ്ലേവേഴ്സ് കൂടുതലാവുക തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. സോ എല്ലാ മാരിനേഷൻ എപ്പോഴും ചിക്കൻ്റെ മീറ്റിൻ്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് തലേ ദിവസം തന്നെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് വെക്കാം. ഇത് ഫ്രീസർ ഫ്രണ്ട്ലി റെസിപ്പി കൂടിയാണ്. ഞാൻ യൂഷ്വലി ഇത് ഹ്യൂജ് പോർഷനിൽ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ആ കഴിഞ്ഞിട്ട് ഇതിനെ പോർഷൻ സൈസ് ആവശ്യമുള്ള പോർഷൻ സൈസ് ചേർത്തിട്ട് ചെറിയ ചെറിയ സിപ്പ് ലോക്ക് ബാഗ് ഇട്ടിട്ട് എന്നിട്ട് ആ കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുക ചെയ്യുക. ആവശ്യമുള്ള സമയത്ത് അതിനെ ഫ്രിഡ്ജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്നിട്ട് ആ കഴിഞ്ഞിട്ട് തോ ആയ ശേഷം ഇതിനെ കുക്ക് ചെയ്തെടുക്കുക ചെയ്യാറ്. ഞാൻ സ്ക്യൂവേഴ്സ് വെച്ചിട്ട് ഇതിനെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി തടിയില്ല സ്ക്യൂവേഴ്സ് ഉപയോഗിക്കുന്നത് നല്ലത്. ഞാൻ പക്ഷേ കാണിച്ചു തന്നതാണ് ലൈക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. കുറച്ച് വിധങ്ങൾ കാണിച്ചത് വേണമെങ്കിൽ അങ്ങനെ തന്നെ പാൻ ഫ്രൈയും ചെയ്യാൻ പറ്റും. സ്ക്യൂവേഴ്സിൽ ഇടേണ്ട ആവശ്യമേ ഇല്ല. ഈ സെയിം മാരിനേഷനിൽ നിങ്ങൾക്ക് ബ്രോക്കോലി അല്ലെങ്കിൽ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ഈ ചിക്കൻ്റെ നടുവിൽ ഇങ്ങനെ കോർത്തിട്ട് എന്നിട്ട് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് പാൻ ഫ്രൈ അല്ലെങ്കിൽ അവനിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഞാൻ പാനിൽ എങ്ങനെയാണ് ചെയ്യുക കാണിച്ചത്. കുറച്ച് എണ്ണ ഇടാം. എണ്ണ ഇട്ട ശേഷം കുറച്ച് ബട്ടർ കൂടി ഇട്ടിട്ട് പാനിനെ നല്ലോണം ചൂടാക്കിയെടുക്കാം. ഈ മെത്തേഡ് ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യാറില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എക്സ്ട്രാ ബട്ടറും പിന്നെ ഓയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. സോ ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് അവനിലാണ്. പക്ഷേ അവനിൽ യൂഷ്വലി ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് സ്റ്റൗവിൽ ഉണ്ടാക്കാൻ പറ്റുമോ. സോ അതുകൊണ്ട് 2 പ്രോസസ്സും കാണിച്ചു തരാണ്.
എണ്ണ ചൂടായ ശേഷം ചിക്കൻ ഇട്ടാൽ എന്നിട്ടൊക്കെ അതിൻ്റെ ചിക്കൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് അതിന് ഫ്ലിപ്പ് ചെയ്യുക. ഒരു നല്ലൊരു ബ്രൗൺ കളറായി ആവുന്ന സമയത്ത് അതിനൊന്ന് തിരിച്ചിടണം. സോ ഈ ചിക്കന് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ട, ബിക്കോസ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ അധികം സമയം എടുക്കും ആൻഡ് ചിക്കൻ റബ്ബറി ആവും. സോ ഒരു മീഡിയം ടു മീഡിയം ഹൈ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് വേഗമാവും, ബിക്കോസ് ചെറിയ കഷ്ണമായിട്ടാണ് ഞങ്ങൾ ചിക്കൻ മുറിച്ചത്. ആൻഡ് ഒരു സൈഡ് ഫ്ലിപ്പായ ശേഷം ഇതിനെ മൂടി വെച്ചിട്ട് വേണം ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ചിക്കൻ ഫുൾ കംപ്ലീറ്റ്ലി ഉള്ളിൽ കുക്കാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫസ്റ്റ് സൈഡ് തുറന്നിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് സൈഡ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഒരു ലിഡ് ഇട്ടിട്ട് പൂട്ടുന്നത്. രണ്ടാമത്തെ സൈഡും ആയിട്ടുണ്ട്. ഇനി ഇതിനെ പ്ലേറ്റ് ചെയ്യാം ഞങ്ങൾക്ക്. നിങ്ങൾക്ക് കാണാൻ ചിക്കൻ നല്ല ജ്യൂസിയാണ്, നല്ല ക്രിസ്പി പോലെയായിട്ടുണ്ട്. ഔട്ട് സൈഡിൽ നല്ല കുറച്ചൊരു ചാഡ് ലുക്ക് ഉണ്ട്. സോ ആ ഒരു വിധത്താണ് നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. രണ്ടാമത്തെ സെറ്റ് ഞാൻ എൻ്റെ പ്രിഫേർഡ് മെത്തേഡിൽ ഞാൻ കാണിച്ചു തരാം. സോ അവനെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുക, പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. അതിൻ്റെ സൈഡിൽ ഒരു ട്രേയിൽ ഞങ്ങൾക്ക് ബേക്കിംഗ് പേപ്പർ ഇടാം. എന്നിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ ഇടാം. എന്നിട്ട് കഴിഞ്ഞിട്ട് ഹയസ്റ്റ് റാക്കിൽ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സോ ഒരു സൈഡ് ബ്രൗൺ ആകുമ്പം ഫ്ലിപ്പ് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഹൈ ടെമ്പറേച്ചറിൽ വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോവർ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്താൽ കൂടുതൽ സമയം എടുക്കും. കൂടുതൽ സമയം എടുത്താൽ ചിക്കൻ ജ്യൂസി ആവില്ല ആൻഡ് ഭയങ്കര ഡ്രൈ ആവും. ചിക്കൻ്റെ മുകളിൽ ആ ബ്രൗണിഷ് ബ്ലാക്ക് സ്പോട്ട്സ് വരുമ്പം ചിക്കൻ റെഡിയാണ്. ഞാൻ പറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ അവൻ ഉണ്ടാവുക. സോ നിങ്ങൾക്ക് യൂഷ്വലി ബേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ അവൻ ടെമ്പറേച്ചർ ഏതിലായിരിക്കും കുറച്ച് നല്ലോണം ക്രിസ്പിയായി കിട്ടുക. സോ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. അത്രയുള്ളൂ റെസിപ്പി. സോ ട്രൈ ചെയ്ത് നോക്കുമെങ്കിൽ ഷുവറാണ് നിങ്ങൾക്ക് ഇഷ്ടം. ആൻഡ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായോ ഇല്ലേ. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.